നമസ്കാരം. നമ്മുടെ സൗരയൂഥത്തിൽ നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് ഏകദേശം 8 ഗ്രഹങ്ങളെയാണ്. മുൻപ് 9 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ പ്ലൂട്ടോ ഒരു ഗ്രഹമായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നില്ല. ഇപ്പം ഈ ഗ്രഹങ്ങളിൽ ഗ്യാസ് ജയൻസ് ഉണ്ടാവാം, അതല്ലെങ്കിൽ റോക്കി പ്ലാനറ്റ്സ് ലൈക്ക് നമ്മുടെ എർത്ത് അല്ലെങ്കിൽ നമ്മുടെ മാർസ്. അതുപോലെ എർത്തിനോട് സാമ്യതയുള്ള ഒരു ഗ്രഹമാണ് വീനസ്. വീനസ് സൂര്യനിൽ നിന്നും ഏകദേശം 2ാമത്തെ ഗ്രഹമാണ്, അതായത് ഭൂമിക്ക് ഏറ്റവും അടുത്ത ഗ്രഹം. പക്ഷെ അത്ര മനോഹരമായ ഗ്രഹമൊന്നുമല്ല വീനസ്. കാരണം അവിടുത്തെ താപനില തന്നെയാണ്. ഏകദേശം 465 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ താപനില. അതായത് ഒരു ലോഹം പോലും ഉരുകി പോകുന്ന അത്ര താപനില. അതിൻ്റെ അന്തരീക്ഷം മുഴുവൻ കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ മേഘങ്ങൾ മുഴുവൻ സൾഫ്യൂറിക് ആസിഡാണ്. അതുപോലെ തന്നെ അന്തരീക്ഷ മർദ്ദം നമ്മുടെ ഭൂമിയേക്കാളും 90 മടങ്ങ് കൂടുതലാണ്. അപ്പം മനുഷ്യന് ഒരു കാരണവശാലും അവിടെ ജീവിക്കാൻ സാധ്യമല്ല. അപ്പം നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് അവിടെ ആദ്യമായിട്ട് ഇറങ്ങിയ മനുഷ്യനിർമ്മിതമായ ഒരു ഉപകരണം. അതിൻ്റെ പേരാണ് വെനറ 7 ആൻഡ് വെനറ 13. 1970 ഡിസംബർ 15 സോവിയറ്റ് യൂണിയൻ ഒരു വളരെ അത്ഭുതകരമായ ഒരു ദൗത്യം നടത്തി. അതിൻ്റെ പേരാണ് വെനറ 7. ഇതാണ് ഭൂമിയല്ലാതെ ആദ്യമായിട്ട് മറ്റൊരു ഗ്രഹത്തിൽ ഇറങ്ങുന്ന ഒരു വസ്തു. ഇത് ഏകദേശം 23 മിനിറ്റ് അവിടെ പ്രവർത്തിച്ചു. ആ സമയം കൊണ്ട് വീനസിൻ്റെ അന്തരീക്ഷ താപനിലയും അതുപോലെ തന്നെ മർദ്ദവും എല്ലാം അളന്ന് ആ ഡേറ്റ കറക്റ്റായിട്ട് തന്നെ ഭൂമിയിലേക്ക് അയച്ചു വന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സോവിയറ്റ് യൂണിയൻ വീനസിലേക്ക് മറ്റൊരു ദൗത്യം കൂടി അയച്ചു. അതിൻ്റെ പേരായിരുന്നു വെനറ 13. വീനസിൻ്റെ കളർ ചിത്രങ്ങൾ എടുക്കുക, അത് തിരിച്ച് ഭൂമിയിലേക്ക് അയക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ദൗത്യം. 1982 മാർച്ച് 1 ഇത് വീനസിലിറങ്ങി. ഏകദേശം 2 മണിക്കൂർ 7 മിനിറ്റ് ഇത് അവിടെ പ്രവർത്തിച്ചു. അപ്പോൾ എടുത്തു തന്ന ഫോട്ടോസാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മറ്റൊരു ഗ്രഹത്തിൻ്റെ ഫോട്ടോസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര മനോഹരമാണല്ലേ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടുത്തെ പാറക്കല്ലുകൾ, മങ്ങിയ നിറമുള്ള അന്തരീക്ഷം. സൂര്യപ്രകാശം വളരെ കുറച്ച് മാത്രമേ ഈ അന്തരീക്ഷത്തിനുള്ളിലോട്ട് വരാറുള്ളൂ. കാരണം ഇതിൻ്റെ അന്തരീക്ഷ മർദ്ദം തന്നെയാണ്. അപ്പോൾ വരും കാലങ്ങളിൽ വീനസിനെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും ഈ ചാനൽ വരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു.